ഞാനിന്നിവിടെ കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കുന്നില്ല. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചക്ക അരിഞ്ഞതുണ്ട്, കണ്ടോ, തേങ്ങയുണ്ട്, കുറച്ച് ശർക്കരയുണ്ട്, പൊടി ശർക്കരയുണ്ട്, ഇച്ചിരി ചുക്ക് വേണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഈ ചുക്കും ശർക്കര, തേങ്ങ, ഒരൽപ്പം കുറച്ച് നെയ്യ്, ശകലം നെയ്യ്, ഇത്ര സാധനം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ഇത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായി. അതിനകത്ത് ശർക്കര വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, തേങ്ങയൊന്നും. നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം, കറക്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ നല്ല കരിക്കിച്ചക്കയായിരുന്നു, അപ്പം ഞാനത് നമ്മൾ കുത്തി അരിഞ്ഞെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് അമർത്തി തിരിഞ്ഞ് വേണം നമ്മളത്. നമുക്ക് മധുരം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചെടുക്കാം, ഇല്ലാത്തവർക്ക് മധുരം വേണ്ടവർക്ക് നല്ലോണം ചേർക്കാം. മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പിൻ്റെ ആട്ട എടുത്താണ് ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ, ശകല ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് കുഴച്ച് വെച്ചിരിക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ ഇച്ചിരൂടെ ലൂസാക്കി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇതാകരുത്, എന്നാൽ കൈ കൊണ്ട് പരത്തത്തക്ക രീതിയിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ വാഴയില നമ്മൾ വാട്ടിയെടുക്കണം. ഇത് ഒന്നുകിൽ അടുപ്പിൻ്റെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് പുഴുങ്ങിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല നമ്മൾ വാട്ടി നമ്മൾ വെച്ചിട്ട് വെള്ളം കൈകൊണ്ട് തൊടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് പിടിക്കും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അങ്ങോട്ട് ബോളാക്കി എടുക്കുക. മിക്കവാറൊക്കെ എല്ലാവരും അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അരിപ്പൊടിയേക്കാൾ നല്ലത് ഗോതമ്പ് ആണെന്ന് തോന്നുന്നു. ഗോതമ്പിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ശകലം ലൂസാക്കി വേണം നമ്മളിത് പരത്താൻ. അതല്ലെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടിയുടെ നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് കട്ടിയായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്ക വെക്കുക, ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടുപ്പിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കണം. ഇങ്ങനെ മടക്കി നമ്മളിത് വെച്ച് ഇനി നമ്മളിത് ആവിയിൽ വെച്ചാൽ മൂടി അടച്ച് വേവിക്കണം. അതിരുന്ന് വേവട്ടെ. നമ്മുടെ ചക്കയപ്പം റെഡിയായി കാണും. നല്ല ചൂടാണ്.
ചക്കയപ്പം റെഡി. കണ്ട, ചൂടാ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ചൂടോടിരിക്കുന്നത് കൊണ്ടേ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്. കണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യുക. ഓക്കെ.